സംസ്ഥാനത്ത് 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇന്ന് 1-ാം ക്ലാസ് പ്രവേശനം നേടിയത്. കേരളത്തെ ലോക വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ 42 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിൽ എത്തിയത്. 3,10,000 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടി. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ സംസ്ഥാനതല ഉദ്ഘാടനം. സ്കൂൾ കാലത്തെ ഗൃഹാതുരത്വം പറഞ്ഞും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നല്ല സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ മിഷൻ. വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. എല്ലാ സ്കൂളുകളിലും സമയത്ത് പാഠപുസ്തകങ്ങളും യൂണിഫോമും എത്തിക്കാൻ സാധിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. എല്ലാ സ്കൂളുകളിലും സമയത്തിന് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ സാധിച്ചു. യൂണിഫോം വിതരണം കാര്യക്ഷമമായി ഏറെക്കുറെ പൂർത്തീകരിച്ചു. അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. കളിയും ചിരിയും മായാതെ പഠനം ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് സാധിക്കട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആശംസ. സർക്കാർ വിദ്യാലയങ്ങളിലും സ്വകാര്യ സ്കൂളുകളിലും പ്രവേശനോത്സവം ആവേശമായി. തകർക്കോ ഈ വർഷം? നമ്മൾ പഠിക്കുകയല്ലേ മിടുക്കരായിട്ട്. A+ വാങ്ങോ? പിന്നല്ല. കരച്ചിലും പിണക്കവുമില്ലാതെ എന്ത് പ്രവേശനോത്സവം? ചിലർക്ക് കൗതുകം, ചിലർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷം. കൂട്ടുകാരെ പരിചയപ്പെട്ടും കളിചിരിയിൽ അലിഞ്ഞും കുരുന്നുകൾ ആദ്യ ദിനം ആഘോഷമാക്കി. അക്ഷരലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുരുന്നുകൾക്ക് 24-ന്റെ ആശംസകൾ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.